കണ്ണൂരിലെ വ്യവസായിക്ക് നേരെ ആലപ്പുഴയിൽ ഗുണ്ടാസംഘം തോക്കു ചൂണ്ടിയ കേസിൽ അന്വേഷണം നീളുന്നത് ചില CPM നേതാക്കളിലേക്കാണ്. കേസിൽ CPM കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി രാധാകൃഷ്ണനെ പോലീസ് ചോദ്യം ചെയ്തു. കേസിലെ മുഖ്യപ്രതികളും രാധാകൃഷ്ണനുമായി ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ തെളിവുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു. കഞ്ഞിക്കുഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹെബിൻദാസിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കണ്ണൂരിൽ നിന്നും ദേശീയപാത നിർമ്മാണത്തിനായി ആലപ്പുഴയിലെത്തിയ യുവ വ്യവസായി അഭിഷേകിനെ തോക്കു ചൂണ്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇപ്പോൾ CPM ഏരിയ സെക്രട്ടറി രാധാകൃഷ്ണനെയും ഒപ്പം തന്നെ CPM കഞ്ഞിക്കുഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹെബിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. പട്ടണക്കാട് സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഇന്ന് രാവിലെ ഹെബിനെ ചോദ്യം ചെയ്തത്. വൈകിട്ടോടുകൂടി രാധാകൃഷ്ണനെയും ഇവർ ചോദ്യം ചെയ്യുകയായിരുന്നു. 2 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടുപോയി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കേസിലേക്ക് ഇവരെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ കേസിലെ മുഖ്യപ്രതികളായ അനൂപും ഒപ്പം തന്നെ മനോജുമായി ഈ 2 പേരും, അതായത് ഹെബിനും രാധാകൃഷ്ണനും ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ CDR രേഖകൾ പോലീസിന് ലഭിച്ചിരുന്നു. പിന്നീട് ഇവരിൽ നടത്തിയ അന്വേഷണം തൃപ്തികരമല്ലാത്തതുകൊണ്ടാണ് 2 പേരെയും ചോദ്യം ചെയ്യലിനായി പോലീസ് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട സംഭവം നടക്കുന്നത് 2 ആഴ്ചകൾക്ക് മുമ്പ് ആലപ്പുഴ മാരാരിക്കുളത്താണ്. മാരാരിക്കുളത്ത് അഭിഷേക് പുലർച്ചെ 3:30 സഞ്ചരിക്കുന്നതിനിടയിൽ അഭിഷേകിന്റെ കാറ് മാരാരിക്കുളത്ത് വെച്ച് തടയപ്പെടുകയും തോക്കു ചൂണ്ടി കേസിലെ മുഖ്യപ്രതിയായ അനൂപും 2ാം പ്രതിയായ മനോജും അഭിഷേകിനെ ഭീഷണിപ്പെടുത്തുകയുമാണ് ചെയ്തത്. ഈ സംഭവത്തിലേക്ക് നയിച്ചത് അഭിഷേകും ഈ കേസിലെ 1ാം പ്രതിയായ അനൂപും 2ാം പ്രതിയായ മനോജും തമ്മിൽ പണമിടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അഭിഷേകുമായി ചേർന്ന് അനൂപിന്റെ ഭാര്യയും ഒന്നിച്ച് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുകയും ആ കമ്പനി പാലക്കാട് ഡാമിൽ നിന്ന് മണലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കരാർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കരാറിൽ അഭിഷേകിനെ ഒതുക്കിക്കൊണ്ട് ബാക്കിയുള്ളവർ പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു. തുടർന്ന് അഭിഷേക് ഇതിനെതിരെ പരാതിപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിൽ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സംഭവം മാരാരിക്കുളത്ത് വെച്ചുണ്ടായത്. ആദ്യഘട്ടത്തിൽ മാരാരിക്കുളം പോലീസിനെ, അതായത് ഈ സംഭവം നടന്നതിന് ശേഷം മാരാരിക്കുളത്ത് നിന്ന് രക്ഷപ്പെട്ടു പോയ അഭിഷേക് കായംകുളം പോലീസ് സ്റ്റേഷനിലാണ് എത്തുന്നത്. അവിടെ നിന്ന് മാരാരിക്കുളം പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അനൂപും മനോജുമാണെങ്കിൽ ഈ കേസിൽ നിന്ന് വിട്ടുപോകുന്നതാണ് നല്ലതെന്നുള്ള രീതിയിൽ ഒരു ഉപദേശം മാരാരിക്കുളം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇത് വലിയ വിവാദമാവുകയും പിന്നീട് അഭിഷേക് മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകി, ജില്ലാ പോലീസ് മേധാവിക്ക് നേരിട്ട് പരാതി നൽകുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഇടപെടലിനെ തുടർന്നുമാണ് ഈ കേസ് വീണ്ടും തലപൊക്കി വരുന്നത്. പിന്നീട് മാരാരിക്കുളം പോലീസിൽ നിന്നും പട്ടണക്കാട് SHO സനലിലേക്ക് അന്വേഷണ ചുമതല ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് ഈ കേസിലെ നിർണായക തെളിവായ തോക്ക് മുഖ്യപ്രതിയായ അനൂപിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ തോക്ക് ഈ കൃത്യത്തിൽ ഉപയോഗിച്ച തോക്കാണോ എന്നതിനെ സംബന്ധിച്ച് പോലീസിന് സംശയം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ തോക്കല്ല ഉപയോഗിച്ചത് എന്ന് അഭിഷേകും, അതായത് പരാതിക്കാരനായ അഭിഷേകും മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ തോക്കിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം പോലീസ് നടത്തി വരുന്നുണ്ട്. ഇതിനു മുമ്പ് മാരാരിക്കുളത്ത് നടത്തിയ ഒരു ഡിവൈഎഫ്ഐയുടെ പ്രകടനത്തിനിടയിൽ ഇത്തരത്തിൽ തോക്ക് ഉപയോഗിച്ചതായി കണ്ടെത്തിയിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെ പോലീസ് അന്വേഷണം നടത്തി വരുന്നു. ഒപ്പം തന്നെ ഈ നേതാക്കന്മാരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ സംബന്ധിച്ച് അന്വേഷണം നടത്തി വരുന്നു. ഈ CPM നേതാക്കളെ സംബന്ധിച്ച് CPM നേതാക്കന്മാരും ഗുണ്ട മാഫിയയും ഒപ്പം പോലീസും ചേർന്നുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായി ഈ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ 2 ആലപ്പുഴയിലെ പ്രധാന CPM നേതാക്കന്മാരായ രാധാകൃഷ്ണനെയും ഒപ്പം തന്നെ കഞ്ഞിക്കുഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹിബിനെയും പോലീസ് ചോദ്യം ചെയ്തിരിക്കുന്നത്.